മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് ചേർപ്പങ്കലിനടുത്തേക്കാണ്. ചേർപ്പങ്കൽ നമുക്കറിയാം, മെഡിസിറ്റി ഹോസ്പിറ്റല്, ചേർപ്പങ്കൽ പള്ളി, അതുപോലെ കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ്, മുത്തോലി ബ്രില്യന്റ്, മുത്തോലി തന്നെ കേറ്ററിംഗ് കോളേജ് എന്ന് വേണ്ടുന്ന ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ നടുക്കാണ്. പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടറികളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അതുപോലെയൊക്കെയുള്ള ഒരു മേഖലയില്, നല്ല റെസിഡൻഷ്യൽ മേഖലയിലാണ്. ഏറ്റവും നല്ല റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതും ചേർപ്പങ്കൽ, മുത്തോലി, കിടങ്ങൂര് ഭാഗങ്ങളൊക്കെയാണ്. കാരണം നല്ല നല്ല വീടുകളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വന്ന പിന്നെ ഡോക്ടേഴ്സ്, അവിടെയുള്ള സ്റ്റാഫിനൊക്കെ വീടുകൾ വേണം. അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇതുപോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥലത്തിന് ഡെയിലി വില കയറിക്കൊണ്ടിരിക്കുകയാണ്, ഹൗസ് പ്ലോട്ടുകൾക്കായിട്ടും സ്ഥലങ്ങൾക്കായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലെ വില കൂടിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ 10 സെന്റ് സ്ഥലത്തിൽ നമുക്കൊരു 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല കേരള തനിമയും എന്നാൽ മോഡേൺ രീതികളും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള നല്ല മോഡേൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 1,05,00,000 രൂപ മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിന് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് VIP ഏരിയയിലിരിക്കുന്ന വീട് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത്രയ്ക്ക് നല്ല ഒരു മേഖലയാണ്. ഡെയിലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് സത്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മീനച്ചിൽ ഹോംസിന്റെ പുതിയ വെബ്സൈറ്റ് ഉണ്ട്, www.meenachilhomes.com. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുകളോ സ്ഥലങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർക്ക് ഗൂഗിളിൽ www.meenachilhomes.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യുവാനും ഡയറക്റ്റ് എൻക്വയറികൾ എടുക്കുവാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഇതാ കൂട്ടിക്കൊണ്ട് പോകുന്നു. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് ഞാനിപ്പോൾ കടന്നു കയറുന്നത്. നമ്മൾ കടന്നു കയറുന്നതല്ല കേട്ടോ, നമ്മൾ നേരെ അനുവാദം ചോദിച്ചിട്ട് തന്നെ കയറുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന നല്ല വീടുകളുടെ ഇടയിലേക്ക് നമ്മളിപ്പോൾ കയറി. തൊട്ട് മേളിലത്തെ 2-3 വീടുകളിൽ താമസമുള്ളതാണ്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് വിറ്റുപോയ വീടുകളാണ്, അവിടെ ഓൾറെഡി താമസമുള്ളതുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടാണ് ഈ കാണുന്നത്. 10 സെന്റ് സ്ഥലമാണ്. കൂടുതൽ സ്ഥലം വേണം എന്നുള്ളവർക്ക് സൈഡിൽ നിന്ന് കൊടുക്കാനും പറ്റുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുക. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു മതിലൊക്കെ ആണെങ്കിലും നല്ല ഒരു ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു മതിൽ, നല്ലൊരു ഗേറ്റ്, സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മളുടെ വീടിന് ഒരു സൗകര്യങ്ങൾ കുറഞ്ഞു പോകില്ല. ഗേറ്റ് തുറക്കുവാനായിട്ടുള്ള സ്പേസ് ആയിട്ടൊന്നും നമുക്ക് ഇടേണ്ട കാര്യമില്ല. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി, വീടെല്ലാം മുറ്റത്തിനകത്തേക്ക് കയറി, മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതാണ് നേരെയുള്ള കാർ പോർച്ച്. നല്ല തിരിഞ്ഞു പോകാവുന്ന രീതിയിൽ തന്നെയാണ് മുറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കിണർ വരിക. ഒരിക്കലും പറ്റാത്ത കുടിവെള്ളം കിട്ടുന്ന നല്ലൊരു മേഖലയാണ് ഇവിടം. നമുക്ക് സ്വന്തമായിട്ട് കിണറുണ്ട്, സ്വന്തം കിണർ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന കിണറുണ്ട്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂവോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു ഐഡിയാപരമായിട്ട് താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ്. ഇവിടെ താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത വീടാണിത്. അപ്പോൾ താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബ വീടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ദൂരം മാറിയാൽ മതി. അവിടുന്ന് നമ്മൾ ഇവർക്ക് മകന് താമസിക്കുവാൻ വേണ്ടി വീട് പണിതാണ്. അപ്പോൾ മകൻ ജോലി സംബന്ധമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ ഈ വീട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇതുവരെയും താമസിച്ചിട്ടില്ലാത്ത വീടുമാണ്. നല്ല ഒരു രീതിയിൽ തന്നെ അതുകൊണ്ട് താമസിക്കുവാൻ പണിതത് കൊണ്ട് തന്നെ നല്ല മോഡലിൽ നല്ല ഐഡിയാപരമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തെടുത്തിരിക്കുന്ന നല്ല വീട് തന്നെയാണ്.
ഇവിടെ നമ്മുടെ ബാക്ക് സൈഡ് ഇതാണ്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇരുമ്പിൻ്റെ കേഡർ കൊണ്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നു. നമ്മൾ ബാംഗിൾ സ്റ്റോൺ ഇട്ടിട്ടില്ലാത്ത ഭാഗത്തെല്ലാം പബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീടിന്റെ ചുറ്റുവട്ടമൊക്കെ ഏകദേശം ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ കാർ പോർച്ചിലേക്ക് കയറി. വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാർ പോർച്ചാണ്. അവിടെ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് കൊണ്ട് ആണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രാനൈറ്റിനാൽ നിർമ്മിതമായ നല്ലൊരു സിറ്റ് ഔട്ട് എന്ന് തന്നെ പറയാം. നമുക്ക് ഇത് മൊത്തം തേക്കിൻ്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഡോറ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറിയപ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, എന്നാൽ ഓവറായിട്ടുള്ള ഇൻറ്റീരിയറുകൾ, ജിപ്സം വർക്കുകൾ, ലൈറ്റുകളൊന്നുമല്ല, എന്നാൽ വളരെ മീഡിയം രീതിയിൽ എന്നാൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത്. അവിടെ നമ്മുടെ നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ്. നല്ലൊരു സോഫ സെറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഇതാണ് TV യൂണിറ്റിനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ജനലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഡിസൈനിലാണ്. കാരണം ഏറ്റവും അങ്ങ് താഴെ വരെയുള്ള നല്ലൊരു, നമ്മളൊക്കെ ഫ്രഞ്ച് വിൻഡോസ് ചിലയിടങ്ങളിൽ മാത്രമേ ചെയ്തുള്ളൂ. വീതി കൊണ്ടും ഫ്രഞ്ച് വിൻഡോസിന്റെ സ്റ്റൈൽ പോലെയും എന്നാൽ മറ്റൊരു മോഡലിലുമാണ് ഇതിന്റെ ജനൽപ്പാളികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഹോളിന്റെയും ഡൈനിങ്ങിന്റെയൊക്കെ ജനൽപ്പാളികൾ. ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ. നല്ല മനോഹരമായ ഓപ്പൺ കിച്ചൺ ആണ് ഈ കാണുന്നത്. മോഡുലാർ കിച്ചൺ രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ കാണുന്നത്. മറൈൻ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മോഡുലാർ കിച്ചൺ എന്ന് തന്നെ നമുക്ക് പറയാം. മോഡേൺ കിച്ചൺ തന്നെയാണിത്. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു മോഡേൺ കിച്ചൺ തന്നെയാണ്. നമ്മൾ ഓരോ ട്രോസും തുറന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ എല്ലാ പാത്രങ്ങളും, പ്ലേറ്റുകൾ, അതുപോലെ തന്നെ സ്പൂണുകൾ എല്ലാം വയ്ക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്ന നല്ലൊരു മോഡേൺ കിച്ചൺ തന്നെയാണ്. ഇനി നമ്മൾ നേരെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട്. ഓരോ വർക്കുകളിലും അതിൻ്റെ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ്. അത് ഇതിൻ്റെ കിച്ചൻ്റെ വർക്കുകളാവട്ടെ, ഡോറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതാവട്ടെ, അതുപോലെ സ്വിച്ചുകളാവട്ടെ, ജനൽപ്പാളികളാവട്ടെ, അതുപോലെ കബോർഡ് വർക്കുകൾ, എന്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ സൂക്ഷ്മമായിട്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ കണ്ടു. ഇനി നമ്മൾ മോഡേൺ കിച്ചനകത്തോടെ തന്നെ നമ്മൾ നേരെ ഹാളിലേക്ക്, ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് 4 ബെഡ്റൂമാണ് ഈ വീട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വന്നു. ആദ്യം ഈ റൈറ്റ് സൈഡിൽ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ വാഷ് ഏരിയയിലേക്ക് ഒന്ന് കയറാം. നല്ല ഒരു ഡിസൈനോട് കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയയാണ്. വാഷ് ഏരിയയ്ക്ക് സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടോയ്ലറ്റ് ഒന്ന് തുറന്ന് കയറി കാണാം. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള കളറ് കൊടുത്തിരിക്കുന്ന ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോസറ്റ്, അതുപോലെ വാഷ് ബേസിന്, ഷവർ എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എന്ന് വേണ്ടുന്ന എല്ലാ സംഗതികളും ഒത്തൊരുമിച്ച് പോകാവുന്ന രീതിയിലുള്ള നല്ല ഒരു, എന്നാൽ എല്ലാം ജാഗ്വാർ അതുപോലുള്ള ഫിറ്റിങ്സുകളാണ് പൈപ്പുകളൊക്കെ കൊടുത്തിരിക്കുക. ഇവിടെ സോമാനി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇവിടെ ക്ലോസറ്റുകളൊക്കെ കൊടുത്തിരിക്കുക. 10 വർഷം ഗ്യാരണ്ടിയുള്ള ക്ലോസറ്റുകളാണ്. വാഷ് ബേസിന്, ക്ലോസറ്റുകൾക്കെല്ലാം 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെ നമ്മൾ ഒരു ബെഡ്റൂം ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി. 4 പാളി ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം.
എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകളാണ്, മൾട്ടിവുഡിനാൽ നിർമ്മിതമായ നല്ല കബോർഡ് വർക്കുകളാണ് ഈ ബെഡ്റൂമുകളിൽ കൊടുത്തിരിക്കുക. എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് കബോർഡ് വർക്കുകളാണ്. അതുപോലെ നമുക്ക് ടേബിളായിട്ടും അതുപോലെ തന്നെ അലമാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ വലിയ മിറർ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ. ഇവിടെ വീണ്ടും നമ്മൾ വാഷ് ഏരിയയുടെ സമീപത്തേക്ക് വന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത്. ഇനി നമുക്ക് 3 ബെഡ്റൂമാണ് കാണുവാനായിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലെ ഇന്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള ജിപ്സം വർക്കുകളാണ്. നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. നമ്മുടെ ഇവിടെ കബോർഡ് വർക്കുകളാണ്, നല്ല കബോർഡ് വർക്കുകൾ, താഴെ മുതൽ മുകളിൽ വരെയും കിട്ടാവുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ള ഡ്രസ്സിങ് ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ നല്ല വലിപ്പമുള്ളതാണ്. നമുക്ക് പാർട്ടീഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, കടകളിലേക്ക് പോകുവാനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു 100-400 മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ കടകളിലേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം, അമ്പലത്തിലേക്ക് പോകുവാനായിട്ടാണെങ്കിലും ഒരു 1 കിലോമീറ്ററിനടുത്ത് ദൂരം. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ബസ് റോഡിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഒരു 2 കിലോമീറ്റർ ദൂരം കണക്കാക്കാം. അത്രയും ദൂരമൊക്കെ ഉള്ളൂ എല്ലാ ഏരിയയിലേക്കും പോകുവാനായിട്ട്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻകം ടാക്സ് ചെയ്യുന്നവർക്കാണ് എല്ലാ ബാങ്കുകളും ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇല്ലെങ്കിലും ഒറ്റത്തവണ ഇൻകം ടാക്സ് ചെയ്തിട്ടാണെങ്കിലും ചെയ്ത് ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. പക്ഷെ അതിനൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളതാണ്. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. മീനച്ചിൽ ഇതുണ്ട്, 10 വർഷ ഗ്യാരണ്ടി എന്ന ക്ലോസറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10 വർഷ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. മീനച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല കമന്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ഓരോ ലൈക്കും നമുക്ക് കൂടുതൽ വീഡിയോസ് എടുത്ത് ഇടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനമാണ്. മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലൂടെ ഓരോ വീടുകളുടെ ഒരു ഹോം ടൂറ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, അതായത് യൂട്യൂബിൽ വീഡിയോസ് ആഡ് ചെയ്ത് വീടുകളെ പറ്റി വീഡിയോസ് ആഡ് ചെയ്ത് വിൽക്കുവാനായിട്ടുള്ള വീടുകളുടെ വീഡിയോസ് ആഡ് ചെയ്ത ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. കേരള സർക്കാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വീണ്ടും നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. 4ാമത്തെ ബെഡ്റൂം ഇതാണ്, മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, വലിപ്പമുള്ള ടോയ്ലറ്റുകൾ, വലിപ്പമുള്ള ഡ്രസ്സിങ് ഏരിയ, വലിപ്പമുള്ള ഹോള്, വലിപ്പമുള്ള ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ നല്ല മോഡുലാർ കിച്ചൺ. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും സൗകര്യങ്ങൾ കൊണ്ട് നമ്പർ 1 എന്ന് തന്നെ തോന്നിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തൊന്നും കൂടി പറയുകയാണ്, വീടിന് ചോദിക്കുന്ന വില 1,05,00,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഈ വീട്, അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ താമസിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിച്ച് നമ്മൾ താമസിക്കുമ്പോൾ തൊട്ട് അടുത്തുള്ള വീടുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി അതിനകത്തൊരു ബാധകമാണ്. കാരണം അയൽവാസികൾ, നമ്മളിപ്പോൾ ടൗൺഷിപ്പ് ഒന്നും അല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരാവശ്യം വന്നാൽ വിളിച്ചാൽ അടുത്തുള്ള ശത്രുവായിരിക്കും അകലത്തുള്ള മിത്രത്തെക്കായാലും കൂടുതൽ ഉപകാരപ്പെടുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല അയൽവാസികളാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ നല്ല അയൽവാസികളുള്ള മേഖലയിൽ ആണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ മേഖലയിലാണ്. അങ്ങനെ നമ്മൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് കണ്ടു. ഡൈനിങ് ഹാള്, ഫാമിലി ലിവിങ് ഏരിയയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതുവഴി നമ്മൾ വന്ന് വീണ്ടും ലിവിങ് ഏരിയ വഴി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. മീനച്ചൽ ഹോംസിൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മറ്റൊരാൾക്കൊരു സേവനം പോലെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് സ്വന്തമായിട്ടൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മീനച്ചൽ ഹോംസ് വഴി സ്വന്തമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ മീനച്ചൽ ഹോംസ് വഴി വീട് മേടിച്ച് താമസിക്കുന്നു, ഹാപ്പി ആയിട്ട് താമസിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ, നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ, അവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും നിങ്ങളുടെ ഈ ഒരു ചാനൽ അവർക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.